നമസ്കാരം, ഞാൻ രജിത. പ്രധാന വാർത്തകൾ. റേഷൻ കട വഴി വിതരണം ചെയ്യേണ്ട കുത്തരി കരിഞ്ചന്തയിൽ എത്തുന്നതായി റേഷൻ വ്യാപാരികൾ. സപ്ലൈകോ സ്റ്റിക്കർ ഒട്ടിച്ച് റേഷൻ കടകളിൽ എത്തുന്നത് മോശം അരി. ഉദ്യോഗസ്ഥരും തട്ടിപ്പിന് കൂട്ടുന്ന അസോസിയേഷൻ. പള്ളിക്കത്തോട് ഗവൺമെന്റ് ITL അഴിമതിയെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് N. ജയരാജ് MLA. തൊഴിൽ മന്ത്രിക്ക് ഉടൻ പരാതി നൽകും. പ്രതിഷേധവുമായി പഞ്ചായത്തും ജനപ്രതിനിധികളും. മണിമല മേജർ കുടിവെള്ള പദ്ധതി അന്തിമഘട്ടത്തിലേക്ക്. പദ്ധതി 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാകും. അവസാനഘട്ട ടെൻഡറായി. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ വിദ്യാഭ്യാസ FM റേഡിയോയ്ക്ക് സർക്കാർ അംഗീകാരം. 2 മാസത്തിനുള്ളിൽ പ്രക്ഷേപണം. FM റേഡിയോ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 7 ജില്ലകളിൽ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന സപ്ലൈകോ കുത്തരി മില്ലുടമകളും റേഷൻ മൊത്തവ്യാപാരികളും ചേർന്ന് തിരിമറി നടത്തുന്നതായി റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. ഓണവിപണി ലക്ഷ്യമാക്കി നടക്കുന്ന ഈ തട്ടിപ്പിനെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നും സംഘടന ദേശീയ ജനറൽ സെക്രട്ടറി ബേബിച്ചൻ മുക്കാടൻ പറഞ്ഞു. പുതിയ ഭക്ഷ്യനയം കേരളത്തിന് ഗുണം ചെയ്യുന്നതല്ലെന്നും ബേബിച്ചൻ മുക്കാടൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ 7 ജില്ലകളിൽ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന കുത്തരി കരിഞ്ചന്തയിൽ മറിച്ചു വിൽക്കുകയാണെന്ന് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി ബേബിച്ചൻ മുക്കാടൻ ആരോപിച്ചു. നിലവാരം കുറഞ്ഞ അരിയുടെ പാക്കറ്റിൽ സപ്ലൈകോയുടെ വ്യാജ സ്റ്റിക്കർ ഒട്ടിച്ചാണ് തിരിമറി നടക്കുന്നത്. സപ്ലൈകോ കർഷകരിൽ നിന്നും സംഭരിക്കുന്ന നെല്ല് അരിയാക്കി നൽകാൻ സ്വകാര്യ മില്ലുടമകളെയാണ് ഏൽപ്പിക്കുന്നത്. ഈ മില്ലുടമകളിൽ നിന്നും അരി തിരിച്ചെടുക്കുന്നത് റേഷൻ മൊത്ത വ്യാപാരികളാണ്. എന്നാൽ സപ്ലൈകോ നൽകിയ നല്ലയിനം നെല്ലിന്റെ അരി തിരിച്ചു നൽകാതെ പകരം മോശം അരിയാണ് റേഷൻ കടകളിലേക്ക് നൽകുന്നതെന്ന് ബേബിച്ചൻ മുക്കാടൻ ആരോപിച്ചു. കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന നല്ലയിനം നെല്ലിന്റെ അരി തിരിച്ചു നൽകുന്നതിൽ സ്വകാര്യ മില്ലുടമകളും റേഷൻ മൊത്ത വ്യാപാരികളും കൂടി കൃത്രിമം നടത്തി നല്ലയിനം അരി കരിഞ്ചന്തയിലേക്ക് വിൽക്കുകയും മോശമായ അരി റേഷൻ കടകൾക്ക് നൽകുകയുമാണ് ചെയ്യുന്നത്. ഓണവിപണി ലക്ഷ്യമാക്കി റേഷൻ കടകളിലെ അരി കരിഞ്ചന്തകളിൽ എത്തിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ പങ്കോടെ നടക്കുന്ന ഈ തട്ടിപ്പിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ബേബിച്ചൻ മുക്കാടൻ ആവശ്യപ്പെട്ടു. പണം വാങ്ങുന്നതിന് വേണ്ടി മാത്രമാണ് ചില ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. ഇപ്പോൾ 6 മില്ലുകൾ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ മിക്ക മില്ലുകളിൽ നിന്നും വരുന്ന അരി മോശമാണ്. ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്താൻ തയ്യാറല്ല. നമ്മൾ കേസ് കൊടുത്താൽ ഉടനെ ആ മില്ലിനെ കരിമ്പട്ടികയിൽപ്പെടുത്തുകയും നമ്മുടെ കേസ് തെളിയിക്കുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ഓണം അടുത്തിരിക്കുന്നു, അരിയുടെ വില വർദ്ധിച്ചിരിക്കുന്നു. ഈ വിധത്തിൽ വ്യാപകമായ കൃത്രിമായി അരി മാർക്കറ്റിൽ എത്തിയിരിക്കുന്നു, റേഷൻ കടകളിൽ എത്തിയിരിക്കുന്നു. അന്വേഷണം നടത്താൻ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. പുതിയ ഭക്ഷ്യനയം തട്ടിപ്പാണ്. ഇത് കേരളത്തിൽ നടപ്പാക്കരുത്. നടപ്പാക്കിയാൽ ഏറെ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും ബേബിച്ചൻ മുക്കാടൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പള്ളിക്കത്തോട് ITIയിലെ അഴിമതിയും ക്രമക്കേടുകളും സംബന്ധിച്ച് ക്യാബിനറ്റ് ന്യൂസ് നടത്തിയ അന്വേഷണം അവസാനിക്കുന്നു. പള്ളിക്കത്തോട് ഗവൺമെന്റ് ITIയിൽ നടമാടുന്ന അഴിമതിയെയും ക്രമക്കേടുകളെയും കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് തൊഴിൽ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുമെന്ന് N. ജയരാജ് MLA അറിയിച്ചു. ITIയിൽ പുതുതായി അനുവദിച്ച ട്രേഡുകളിൽ അധ്യാപകരെ നിയമിക്കേണ്ടതും അത്യാവശ്യമാണെന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു. പള്ളിക്കത്തോട് PT ചാക്കോ സ്മാരക ഗവൺമെന്റ് ITIയിൽ നടന്നുവരുന്ന അഴിമതിയെയും കെടുകാര്യസ്ഥതയെയും കുറിച്ച് ഏതാനും ദിവസങ്ങളായി ക്യാബിനറ്റ് ന്യൂസ് പുറത്തുവിടുന്ന വസ്തുതകൾ അധികൃതരുടെ കണ്ണു തുറപ്പിക്കാൻ പോന്നതായിരുന്നു. ITIയുടെ നടത്തിപ്പ് സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് തൊഴിൽ വകുപ്പ് മന്ത്രിയോട് ഉടൻ തന്നെ ആവശ്യപ്പെടുമെന്ന് N. ജയരാജ് MLA അറിയിച്ചു. ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം സമഗ്രമായൊരു അന്വേഷണം. ക്യാബിനറ്റ് ചാനൽ പുറത്തുവിട്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങളാണെങ്കിൽ അത് വളരെ ഗൗരവമായി പരിഗണിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അത്തരം ഒരു അഴിമതി 5 കോടി രൂപയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് നൽകിയ ധനസഹായവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പർച്ചേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സുതാര്യത ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ സമഗ്രമായൊരു അന്വേഷണം വേണമെന്നുള്ള കാര്യത്തിനകത്ത് ഞാൻ ആവശ്യപ്പെടാനായിട്ട് പോവുകയാണ്. സംസ്ഥാന ലേബർ മിനിസ്റ്റർക്ക് ഇതുമായി ബന്ധപ്പെടുത്തി അടുത്ത വ്യാഴാഴ്ച ഞാൻ തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് സമഗ്രമായൊരു അന്വേഷണത്തിന് അടിയന്തരമായി ഉത്തരവിടണമെന്നുള്ള ഒരു ആവശ്യം ഞാൻ മുമ്പോട്ട് വെക്കുകയാണ്. ITIയിൽ പുതിയതായി അനുവദിക്കപ്പെട്ട ട്രേഡുകളിൽ അധ്യാപകരില്ലെന്ന് പള്ളിക്കത്തോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീഷ് വാസു ചൂണ്ടിക്കാട്ടി. ഭരണനിർവഹണ സമിതിയിലെ MPയുടെയും MLAയുടെയും പ്രതിനിധികളുടെ ഹാജർ നില പരിശോധിക്കണമെന്ന് മെമ്പർ N. ഹരി ആവശ്യപ്പെട്ടു.
ഇവിടുത്തെ മുഴുവൻ മാനേജ്മെൻറ്റും ഏൽപ്പിക്കാനായിട്ട് മുത്തൂറ്റിനെ തീരെഴുതി കൊടുത്തിരിക്കുക. അത് പറയാൻ ആരും പേടിക്കേണ്ട കാര്യമില്ല, മുത്തൂറ്റിന് എഴുതി കൊടുത്തിരിക്കുക ഈ സംഭവം. പിന്നെ ഇതിനകത്ത് MLA യുടെ MP യും പ്രതികൾ അവിടുത്തെ ഹാജർ പരിശോധിക്കണം. മീറ്റിങ്ങിൽ വിളിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. അതിനകത്ത് MLA യുടെ പ്രതിനിധി MP യുടെ പ്രതിനിധി ഒപ്പിട്ടിട്ടുണ്ട്. അവരിത് വെളിയിൽ കൊണ്ടുവരുമോ, ആ കാര്യങ്ങൾ ചർച്ച ചെയ്യണം, ആ മിൻസ് പരിശോധിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പല ട്രേഡുകളും ഇപ്പോൾ ഈ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് ഇങ്ങനെ തസ്തികകൾ അനുവദിച്ച് വന്നിട്ടുണ്ടെങ്കിലും അതിനുള്ള ഇൻസ്ട്രക്ടറെ പോലും നിയമിച്ചിട്ടില്ല. അങ്ങനെ കുട്ടികൾ അഡ്മിഷൻ മേടിച്ചിട്ടുണ്ട്, ഒരു അഡ്മിഷൻ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. പക്ഷേ അധ്യാപകരില്ലാതെ പിള്ളേർ പഠിക്കുന്ന കാര്യം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേവലം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ മാത്രമല്ല, വിദ്യാർത്ഥികളുടെ സ്വഭാവ രൂപവൽക്കരണ കേന്ദ്രങ്ങൾ കൂടിയാണവ. അവിടെ തന്നെ അഴിമതിയും ക്രമക്കേടും മുഖമുദ്രയായാൽ വിദ്യാർത്ഥി അഭ്യസിക്കുന്ന പാഠം എന്തായിരിക്കാം? പള്ളിക്കത്തോട് ITIയിലെ മൂല്യച്യുതി ഉയർത്തുന്ന പ്രധാന ചോദ്യം ഒരുപക്ഷെ അതായിരിക്കാം. ക്യാമറമാൻ സുധിക്കൊപ്പം PR പ്രസാദ്, ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. മണിമല മേജർ കുടിവെള്ള പദ്ധതിയുടെ അവസാനഘട്ട ടെൻഡർ നടപടികൾ പൂർത്തിയായി. പദ്ധതി 1 വർഷത്തിനകം കമ്മീഷൻ ചെയ്യാനാകുമെന്ന് ജലവകുപ്പ് അധികൃതർ അറിയിച്ചു. 356 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന മണിമല മേജർ കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസിന്റെ നിർമ്മാണം 6 മാസത്തിനു മുമ്പ് പൂർത്തീകരിച്ചു. പമ്പ് ഹൗസിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന വൈദ്യുതി ലൈനുകൾ വലിക്കുന്ന ജോലിയും പൂർത്തിയായി. കുളത്തങ്കൽ ക്ഷേത്രത്തിന് സമീപം നിർമ്മിച്ചിരിക്കുന്ന ജലസംഭരണിയിലേക്ക് ജലം പമ്പ് ചെയ്യുന്നതിന് ശക്തിയേറിയ മോട്ടോറുകളുടെ ടെൻഡർ നടപടികളാണ് ഇനിയും നടക്കാനുള്ളത്. സെപ്റ്റംബർ ആദ്യവാരത്തോടെ മോട്ടോറുകൾ സ്ഥാപിക്കുന്നതിന് ടെൻഡർ ക്ഷണിക്കും. വിതരണ പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലികൾ 1 മാസത്തിനു മുമ്പ് ആരംഭിച്ചു. പമ്പ് ഹൗസിന് സമീപം 3 കോടി രൂപ ചെലവഴിച്ച് തടയണ നിർമ്മിക്കുന്ന ജോലികളും ഡിസംബറോടെ ആരംഭിക്കും. തടയണ നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ സർവേ ജോലികൾ പൂർത്തീകരിച്ചു. വെള്ളാവൂരിനു പുറമെ മറ്റു വില്ലേജുകളിലെ ഉപസംഭരണികളുടെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. കോട്ടയം ജില്ലയിലെ 5 വില്ലേജുകളിലായി 70,000-ലധികം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതി 1 വർഷത്തിനകം കമ്മീഷൻ ചെയ്യാനാവുമെന്നാണ് ജലവകുപ്പിന്റെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, മണിമല. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ പുറപ്പാടിലെ മുഖ്യ ആകർഷണമായ FM റേഡിയോയ്ക്ക് അംഗീകാരം ലഭിച്ചു. 2 മാസത്തിനുള്ളിൽ റേഡിയോ സ്റ്റേഷന്റെ നിർമ്മാണം ആരംഭിക്കുമെന്ന് N. ജയരാജ് MLA ക്യാബിനറ്റ് വാർത്തകളോട് പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളെ ബന്ധിപ്പിച്ച് പൂർണ്ണമായും വിദ്യാഭ്യാസ പരിപാടികൾ ഉൾപ്പെടുത്തിയാവും FM റേഡിയോ പ്രവർത്തിക്കുക. ഇതിനായി വാഴൂർ SVR NSS ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ച് FM റേഡിയോ സ്റ്റേഷൻ നിർമ്മിക്കും. പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചതായി MLA ഡോക്ടർ N. ജയരാജ് അറിയിച്ചു. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജിയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കമ്മ്യൂണിറ്റി റേഡിയോയ്ക്ക് ആവശ്യമായ സാങ്കേതിക സഹായം പൊതുമേഖലാ സ്ഥാപനം കെൽട്രോൺ നൽകുമെന്നും N. ജയരാജ് പറഞ്ഞു. ഈ കമ്മ്യൂണിറ്റി റേഡിയോ പദ്ധതിയുടെ ഏറ്റവും വലിയൊരു പ്രയോജനം വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ നേരിട്ട് പ്രക്ഷേപണം ചെയ്യാനും അതോടൊപ്പം തന്നെ അധ്യാപകർ തമ്മിലുള്ള ആശയവിനിമയവും പുതിയ വിദ്യാഭ്യാസ പരിഷ്കരണ പദ്ധതികൾ ഉൾപ്പെടെ കടന്നു വരുന്നൊരു കാലഘട്ടത്തിൽ കൂടുതൽ ആശയവിനിമയത്തിനും സ്കൂളുകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിനും അവരുടെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ഒരു മാതൃകയായിട്ട് മാറ്റാനായിട്ട് കഴിയും. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു നിയോജക മണ്ഡലത്തിൽ ഇത്തരം ഒരു പദ്ധതി നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. 10 ലക്ഷം രൂപ ചെലവഴിച്ച് ആരംഭിക്കുന്ന FM റേഡിയോയിൽ വിദ്യാഭ്യാസ പരിപാടികൾക്കൊപ്പം കുട്ടികളുടെ കലാപരിപാടികൾക്കും പ്രാമുഖ്യം നൽകും. കേരളത്തിൽ ആദ്യമായാണ് ഒരു നിയോജക മണ്ഡലത്തിന്റെ പരിധിക്കുള്ളിൽ റേഡിയോ സ്റ്റേഷൻ പ്രക്ഷേപണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മണർകാട് പള്ളിയിൽ 8 നോമ്പ് തിരുനാൾ സെപ്റ്റംബർ 1 മുതൽ 8 വരെ നടക്കും. ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ നടക്കുന്ന 8 നോമ്പാചരണത്തിന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ എത്തിച്ചേരും. 8 നോമ്പാചരണത്തിന്റെ ആരംഭസ്ഥാനവും ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ 8 നോമ്പ് പെരുന്നാൾ സെപ്റ്റംബർ 1 മുതൽ 8 വരെ നടക്കും. വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ച് പൂർവീയ കാലം മുതൽ ആചരിച്ചു വരുന്ന 8 നോമ്പാചരണത്തിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് വിശ്വാസികൾ പങ്കെടുക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് 8 നോമ്പാചരണത്തിനായി എത്തുന്നത്. തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു. സെപ്റ്റംബർ 1 രാവിലെ 6:45 നടക്കുന്ന വിശുദ്ധ കുർബാനയോടെ 8 നോമ്പാചരണത്തിന് തുടക്കമാവും. 9 നടക്കുന്ന 3 കുർബാനയ്ക്ക് കോട്ടയം ഭദ്രാസന മെത്രാപ്പോലിത്ത ഡോക്ടർ തോമസ് മോർ തിമോത്തിയോസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് കൊടിമരം ഘോഷയാത്ര പള്ളിയിൽ നിന്നും പുറപ്പെടും. 2ാം ദിവസത്തെ 3 കുർബാന ക്നാനായ അതിഭദ്രാസന ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മോർ സേവേറിയസ് വലിയ മെത്രാപ്പോലിത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. 5ാം ദിവസം 2 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. കേരള ഗവർണർ നിഖിൽ കുമാർ, മന്ത്രിമാരായ KM മാണി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കും.
6-ാം ദിവസം 12-നാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആധ്യാത്മിക ഘോഷയാത്രയായി അറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ റാസ. ആയിരക്കണക്കിന് മുത്തുകുടകളും നിരവധി വെള്ളിക്കുരിശുകളും വാദ്യമേളങ്ങളും റാസയിൽ അണിനിരക്കും. 7-ാം ദിവസമാണ് നട തുറക്കലും പന്തീരുനാഴി ഘോഷയാത്രയും. വർഷത്തിലൊരിക്കൽ മാത്രം പൊതുദർശനത്തിനായി നട തുറക്കുന്നത് ദർശിക്കുവാനായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്താറുള്ളത്. 8-ാം ദിവസം ഉച്ചയ്ക്ക് 2-ന് പ്രദക്ഷിണവും 3-ന് നേർച്ച വിളമ്പും നടക്കും. രോഗസൗഖ്യവും ആയുസ്സും ആരോഗ്യവും യഥാർത്ഥ ഭക്തർ നേർച്ച സ്വീകരിക്കുന്നതിലൂടെ പ്രാപിക്കുന്നു എന്നാണ് വിശ്വാസം. പള്ളിയിൽ 8 നോമ്പിനായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് 1 മുതൽ 7 വരെ സൗജന്യമായി നേർച്ചക്കഞ്ഞി നൽകി വരുന്നുണ്ട്. സെപ്റ്റംബർ 14-ന് ശ്ലീഹാ പെരുന്നാൾ ദിവസം സന്ധ്യാപ്രാർത്ഥനയോടുകൂടി നടയടയ്ക്കും. ന്യൂസ് ബ്യൂറോ, മണർകാട്. കോട്ടയം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള മുട്ടമ്പലം വൈദ്യുത ശ്മശാനം നവീകരിക്കുന്നു. മൃതദേഹം സംസ്കരിക്കുന്നതിന് ഗ്യാസ് ക്രമിറ്റോറിയം ശ്മശാനത്തിൽ പുതുതായി നിർമ്മിക്കുന്നു. ഡിസംബർ മാസത്തോടെ പണി പൂർത്തീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. കോട്ടയം നഗരസഭയുടെ അധീനതയിലാണ് മുട്ടമ്പലത്ത് വൈദ്യുത ശ്മശാനം പണി കഴിപ്പിച്ചത്. എന്നാൽ വൈദ്യുതി തുടർച്ചയായി മുടങ്ങുന്നത് ശ്മശാനത്തിന്റെ പ്രവർത്തനത്തിന് വിലങ്ങുതടിയായതിനെ തുടർന്ന് ശ്മശാനത്തിൽ ആധുനിക സംവിധാനം ഏർപ്പെടുത്തുവാൻ നഗരസഭ തീരുമാനിച്ചു. ഇതിനായി ജനകീയ ആസൂത്രണ പദ്ധതിയിൽപ്പെടുത്തി 16 ലക്ഷം രൂപ വകയിരുത്തി. പ്രതിദിനം 4-5 മൃതദേഹങ്ങൾ ഇവിടെ സംസ്കരിക്കാനെത്തുന്നുണ്ട്. എന്നാൽ വൈദ്യുതി തകരാർ മൂലം കഴിഞ്ഞ 2 ദിവസം ശ്മശാനം അടച്ചിടേണ്ടി വന്നു. ഇതിനെ തുടർന്ന് നഗരസഭാ ശ്മശാനത്തിൽ ആധുനിക സംവിധാനം ഉടനടി ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. മൃതദേഹം സംസ്കരിക്കാൻ വൈദ്യുതിക്ക് പകരം ഗ്യാസ് ഉപയോഗിക്കാനാണ് പദ്ധതി. ഈ സംവിധാനം യാഥാർത്ഥ്യമാകുന്നതോടെ ഒരേ സമയം 2 മൃതദേഹങ്ങൾ സംസ്കരിക്കാനാകുമെന്നാണ് നഗരസഭയുടെ വിലയിരുത്തൽ. കോട്ടയം നഗരസഭയിൽ ഇപ്പോൾ നിലവിലുള്ളത് ഒരു ഗ്യാസ് ശ്മശാനമാണ്. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രിക് ശ്മശാനം, അതെപ്പോഴും മെയിൻ്റനൻസ് പണി വരുന്നതുകൊണ്ട് ഇലക്ട്രിക് നിർത്തിക്കൊണ്ട്, അതുമല്ല കൂടുതൽ കറണ്ട് ചാർജ് അനുഭവപ്പെടുന്നതുകൊണ്ട് ആണ് അത് നിർത്തിക്കൊണ്ട് പുതിയതായിട്ട് ഒരു ഗ്യാസ് ശ്മശാനം കൂടി അവിടെ പിടിപ്പിക്കുവാനുള്ള സംവിധാനം നഗരസഭ എടുത്തത്. ഇപ്രാവശ്യത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽപ്പെടുത്തി ആ സംവിധാനത്തിലോട്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അതിന് അപ്പോൾ രണ്ട് ശ്മശാനമാകും നഗരസഭയ്ക്ക് ഉണ്ടാവുക. ഒരെണ്ണം വർക്ക് ചെയ്യാതിരുന്നാൽ പോലും മറ്റേ ശ്മശാനത്തിൽ നമുക്ക് ഇത് ശവം ദഹിപ്പിക്കാനുള്ള സംവിധാനം ആണ് നഗരസഭ നടപ്പാക്കാൻ പോകുന്നത്. ഡിസംബറോടുകൂടി നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാനാവുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്ത് ആദ്യമായി സ്കൂളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്നു. അകലക്കുന്നം പഞ്ചായത്തിലെ സെന്റ് അലോഷ്യസ് ഹൈസ്കൂളിലാണ് വോട്ടിംഗ് യന്ത്രം പരീക്ഷിച്ചത്. വോട്ടിംഗ് പ്രക്രിയയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം രാധാ വി നായർ നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് കൊച്ചേങ്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടയ്ക്കൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി എബ്രഹാം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റോസമ്മ സാബു, PTA പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായർകുളം, ബെന്നി വടക്കേക്കര, അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ന് നമുക്ക് വോട്ടിംഗ് യന്ത്രം കണ്ടുപിടിച്ച നമ്മുടെ ബഹുമാനായ സ്കൂളിലെ അധ്യാപകൻ, കണക്കിന്റെ അധ്യാപകൻ, ഇവിടെ അച്ഛൻ പറഞ്ഞതുപോലെ ജനാധിപത്യം നമ്മൾ കാത്തു സംരക്ഷിക്കണമെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുവാനും നൂതനമായ കാര്യങ്ങൾ നടപ്പാക്കുവാനും അത് വിദ്യാലയങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ വിദ്യാർത്ഥിനികൾ എന്ന് പറഞ്ഞാൽ വളരെ കഴിവുള്ളവര്, സാമർഥ്യമുള്ളവര്, ബുദ്ധിയുള്ളവരൊക്കെയാണ്. അവർക്ക് നല്ല നേതൃത്വമുണ്ടെങ്കിൽ അവരൊക്കെ എവിടെ എത്തിച്ചേരും, എന്തായി തീരുവാൻ അവർക്ക് സാധിക്കും എന്നുള്ളത് നമ്മൾ കണ്ടു മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. സ്കൂൾ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചതിലൂടെ അകലക്കുന്നം മണലുങ്കൽ സ്കൂളും ഗണിതശാസ്ത്ര അധ്യാപകൻ ചെറീഷ് എബ്രഹാമും ചരിത്രത്തിന്റെ ഭാഗമായി. വിദ്യാർത്ഥികളെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വോട്ടിംഗിനായുള്ള സോഫ്റ്റ്വെയർ വികസിപ്പിച്ചതെന്ന് ചെറീഷ് എബ്രഹാം പറഞ്ഞു. കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മണലങ്കൽ സെന്റ് അലോഷ്യസ് ഹൈസ്കൂൾ അധികൃതർ തിരഞ്ഞെടുപ്പ് യന്ത്രം രൂപകൽപ്പന ചെയ്തത്. സ്കൂളിലെ ഗണിതാധ്യാപകൻ ചെറീഷ് എബ്രഹാം കമ്പ്യൂട്ടറിനെ വോട്ടിംഗ് യന്ത്രമാക്കി മാറ്റി. പൊതു തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളികളാകുന്നതിന് വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ പ്രേരണയും പരിശീലനവും നൽകുകയാണ് തന്റെ ലക്ഷ്യമെന്ന് ചെറീഷ് എബ്രഹാം പറഞ്ഞു. കുട്ടികൾക്ക് ഒരു പുതിയ രീതി പരിചയപ്പെടുക എന്നുള്ളതാണ്. പഴയ രീതിയിലുള്ള ബഹളങ്ങളും എന്താ പറയുന്നത്, ക്യാമ്പസ് പൊളിറ്റിക്സിൻ്റെ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തി കുട്ടികൾ പോസിറ്റീവായിട്ട് ഇലക്ഷനെ കാണുകയും നാടിന് പ്രയോജനപ്പെടുന്ന ആളുകൾ വേണം സ്ഥാനാർത്ഥിമാരായി വരാനും വിജയിക്കാനും ഒക്കെ ഉള്ളൊരു സന്ദേശവും കൂടെ കിട്ടുക. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഉപകരണം അവരിപ്പോൾ പഠനോപകരണമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അവർ ചിലപ്പോൾ കമ്പ്യൂട്ടറിനെ കാണുന്ന ഒരു പക്ഷേ ഗെയിം കളിക്കാനുള്ള ഒരു ഉപകരണം, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാനുള്ള ഉപകരണം, അല്ലെങ്കിൽ പാട്ട് കേൾക്കാനുള്ള ഒരു ഉപകരണം എന്നുള്ള നിലയ്ക്കാണ്.
അപ്പോൾ കമ്പ്യൂട്ടർ നമുക്ക് പ്രോഗ്രാം ചെയ്താൽ ഏത് തരത്തിലുള്ള മെഷീനും അതിനെ ആക്കി മാറ്റാൻ, പരിവർത്തനം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കൺസെപ്റ്റോടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. സാധാരണ വോട്ടിംഗ് യന്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി കമ്പ്യൂട്ടറിനെ തന്നെയാണ് വോട്ടിംഗ് യന്ത്രമായി ഉപയോഗിക്കുന്നത്. ബട്ടന് പകരം മൗസ് ഉപയോഗിക്കുന്നു. മോണിറ്ററും മൗസും ബാലറ്റ് യൂണിറ്റായി പ്രവർത്തിക്കും. മോണിറ്ററിൽ സ്ഥാനാർത്ഥിയുടെ ചിത്രവും പേരും തെളിയുന്നതോടെ മൗസിൽ ക്ലിക്ക് ചെയ്ത് വോട്ട് രേഖപ്പെടുത്താം. യന്ത്രത്തിലെ കൺട്രോളിംഗ് യൂണിറ്റായ കീബോർഡ് പ്രിസൈഡിംഗ് ഓഫീസറുടെ നിയന്ത്രണത്തിലാണ്. വിവിധ ക്ലാസുകളുടെ ലീഡർമാരെയും സ്കൂൾ ലീഡറെയുമാണ് തിരഞ്ഞെടുപ്പിലൂടെ തീരുമാനിക്കുന്നത്. വിദ്യാർത്ഥികൾ പുതിയ തിരഞ്ഞെടുപ്പ് രീതിയെ അമ്പരപ്പോടെയാണ് കാണുന്നതെങ്കിലും ആഹ്ലാദവും മറച്ചുവെക്കുന്നില്ല. നല്ല അനുഭവമായിരുന്നു. ഇതുവരെ ഈ സ്കൂളിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ സ്കൂളിൽ രാഷ്ട്രീയത്തിൽ തന്നെ പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്ന പോലെ തന്നെ ഈ സ്കൂളിൽ നടന്നതിൽ വളരെ സന്തോഷമുണ്ട്. വിദ്യാർത്ഥികളെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കുന്നതിലും അതിനായി ആധുനിക സാങ്കേതിക വിദ്യയുടെ അനന്തസാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിലും സന്തോഷമുണ്ടെന്ന് അധ്യാപകർ അഭിപ്രായപ്പെട്ടു. വളരെ സന്തോഷത്തോടെ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പിള്ളേർ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകാനായിട്ട് ഇവർക്ക് സാധിക്കുന്നത്. അതുപോലെ തന്നെ പുതിയ വോട്ടിംഗ് മെഷീൻ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് വോട്ട് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് സന്തോഷമാണ്, അവർക്കൊരു അനുഭവമാണ്. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മണിമലയിലും വോട്ടിംഗ് മെഷീൻ. മണിമല സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ, താഴത്തുവടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലാണ് വിവരസാങ്കേതിക വിദ്യയുടെ പുത്തൻ പരീക്ഷണം നടത്തിയത്. രാജ്യത്ത് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പുകളിൽ ബാലറ്റ് പേപ്പർ വോട്ടിംഗ് മെഷീന് വഴിമാറിയപ്പോൾ സ്കൂൾ തലത്തിലും ഈ മാറ്റം ഉൾക്കൊള്ളുന്നു. മണിമല സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ, താഴത്തുവടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പിൽ വിവരസാങ്കേതിക വിദ്യയുടെ പുത്തൻ പരീക്ഷണം നടത്തിയത്. മണിമല സെന്റ് ജോർജ് സ്കൂളിൽ ലീഡർ, ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പുകളാണ് മെഷീൻ ഉപയോഗിച്ച് നടത്തിയത്. ക്ലാസ് മുറിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിൽ വിദ്യാർത്ഥികൾക്ക് വോട്ട് രേഖപ്പെടുത്താം. കമ്പ്യൂട്ടർ സ്ക്രീനിൽ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയും പേരും രേഖപ്പെടുത്തിയിരിക്കും. വിദ്യാർത്ഥികൾക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെ മൗസ് ഉപയോഗിച്ച് കർസർ എത്തിച്ച് ക്ലിക്ക് ചെയ്ത് വോട്ട് രേഖപ്പെടുത്തുകയാണ്. മണിമലയിൽ ക്ലാസ് ലീഡറെ അതാത് ക്ലാസുകളിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് നടന്ന വോട്ടെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുത്തത്. മറ്റു 3 വിഭാഗങ്ങളിൽ മാത്രമാണ് മെഷീൻ ഉപയോഗിച്ചത്. വിദ്യാർത്ഥികൾക്ക് 2 രീതിയും മനസ്സിലാക്കിക്കാൻ ഇതുകൊണ്ട് കഴിഞ്ഞതായി സ്കൂൾ ഇലക്ഷൻ ഇൻചാർജ് റിജീന തോമസ് പറഞ്ഞു. പ്രാവശ്യത്തെ ഇലക്ഷൻ പാർലമെന്ററി സമ്പ്രദായത്തിലും പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിലും നടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് ക്ലാസ്സിലെ പ്രതിനിധികളെ അവർ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ നടക്കുന്നത് സ്കൂൾ ലീഡർ, വൈസ് ചെയർമാൻ, ചെയർമാൻ തുടങ്ങിയ പോസ്റ്റുകളിലേക്കുള്ള വോട്ടിംഗാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 രീതിയിലും കുട്ടികൾക്ക് പരിശീലനം കിട്ടുമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും ഇത് ഒരു പ്രത്യേക അനുഭവമായി മാറി. നല്ല വോട്ടിംഗ് ആയിരുന്നു. ആദ്യമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. വെർച്വൽ വോട്ടിംഗ് മെഷീൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്കൂൾ IT വിഭാഗമാണ് സൗകര്യങ്ങൾ ഒരുക്കിയത്. മണിമല സെന്റ് ജോർജിൽ നിന്നും വ്യത്യസ്തമായി താഴത്തുവടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസ് ലീഡർ തെരഞ്ഞെടുപ്പും വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് നടത്തിയത്. ക്യാമറാമാൻ പ്രകാശ് മണിമലയ്ക്കൊപ്പം രജിത് കുമാർ, ന്യൂസ് ബ്യൂറോ, മണിമല. ആധാരം വില കുറച്ച് കാണിച്ചതിന്റെ പേരിൽ അണ്ടർ വാല്യുവേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളവർക്കായി രജിസ്ട്രേഷൻ വകുപ്പ് ഒറ്റത്തവണ തീർപ്പാക്കൽ അദാലത്ത് നടത്തി. കാഞ്ഞിരപ്പള്ളി, വാഴൂർ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ നിരവധി കേസുകൾ തീർപ്പാക്കി. 2014 മാർച്ച് 31 വരെ ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുമെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പൊൻകുന്നം KVMS എരുമേലി റോഡ് മാസങ്ങളായി തകർന്നു കിടക്കുന്നു. വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പുകൾ സ്ഥാപിക്കാൻ വേണ്ടി വെട്ടിപ്പൊളിച്ച റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധം ശക്തമായി. റോഡ് പുനരുദ്ധരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് DYFI വാഴൂർ ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ശബരിമല തീർത്ഥാടകരുടെ പ്രധാന പാതയായ പൊൻകുന്നം KVMS എരുമേലി റോഡിലെ യാത്രാക്ലേശം ശമനമില്ലാതെ തുടരുന്നു. ശബരിമല മാസ്റ്റർ പ്ലാനിൽപ്പെടുത്തി റോഡ് വീതി കൂട്ടി ടാർ ചെയ്യുമെന്ന് MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ നൽകിയ വാഗ്ദാനം നടപ്പിലായില്ല. റോഡിന് വീതി കൂട്ടുവാനും വളവുകൾ നിർത്തുവാനും സർവേ നടപടികൾ പൂർത്തിയായിട്ട് 1 വർഷം കഴിഞ്ഞു. റോഡിനെ 2ആയി വിഭജിച്ച് അങ്ങിങ്ങിൽ സൈൻ ബോർഡുകൾ വയ്ക്കുക മാത്രമാണ് ചെയ്തത്. ശബരിമല സീസണിൽ പുനരുദ്ധരിച്ച റോഡ് 3 മാസം മുമ്പ് വാട്ടർ അതോറിറ്റി പൈപ്പുകൾ സ്ഥാപിക്കുവാൻ വേണ്ടി കുഴിച്ചതാണ് റോഡിന്റെ സ്ഥിതി കൂടുതൽ മോശമാകാൻ കാരണം. പല സ്ഥലങ്ങളിലും റോഡിന്റെ മധ്യഭാഗത്തുകൂടിയാണ് വാനം മാന്തിയത്. വാനം ശരിയായി മൂടാത്തതുമൂലം പല സ്ഥലങ്ങളിലും നിരവധി കുഴികളാണുള്ളത്. 5 ലൈൻ ബസ്സുകളും സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. വളവുകളിൽ കൂട്ടിയിട്ടിരിക്കുന്ന മെറ്റൽ കൂനകളിൽ കയറി ഇരുചക്രവാഹനങ്ങളും ഓട്ടോറിക്ഷകളും മറിയുകയും പതിവാണ്. KVMS കവല മുതൽ മണ്ണംപ്ലാവ് വരെ കാൽനടയാത്ര പോലും അസാധ്യമായി. KVMS റോഡിനുള്ള അധികാരികളുടെ അവഗണന അവസാനിപ്പിച്ചില്ലെങ്കിൽ
ശക്തമായ പ്രക്ഷോഭമുണ്ടാകുമെന്ന് ഡിവൈഎഫ്ഐ ബ്ലോക്ക് ഭാരവാഹി ഗൗതം പറഞ്ഞു. ഒരു ബസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു വണ്ടിക്ക് ഈ വഴി പോകാൻ മേലാത്തൊരു സ്ഥിതിയാണുള്ളത്. ഇപ്പോൾ കൊച്ചു കുട്ടികളെ കൊണ്ട് പോകുന്ന സ്കൂൾ ബസ് വരെ ഈ ഓടയ്ക്കകത്തും എല്ലാം താന്നു പോകുന്നൊരു സ്ഥിതിയുണ്ട്. ഇതിപ്പോൾ 2-3 മാസമായിട്ട് ഈ പരിപാടി പൊളിച്ചിട്ടിട്ട് 2-3 മാസത്തോളം കഴിഞ്ഞിരിക്കുകയാണ്. പല പ്രാവശ്യം DYFI ഇതിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട അധികാരികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ മഴയാണ്, മറ്റ് വിഷയങ്ങളൊക്കെ പറഞ്ഞ് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ മഴ മാറിയിട്ട് തന്നെ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. എന്നിട്ടും ഇതിൻ്റെ ഒരു പണി തുടങ്ങാനായിട്ടുള്ള ഒരു നടപടി ഇവർ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഈ കാര്യത്തിൽ DYFI എത്രയും പെട്ടെന്ന് ഈ പണി തീർത്ത് നൽകാൻ തയ്യാറായിട്ടില്ലെന്നുണ്ടെങ്കിൽ DYFI പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. മുണ്ടൻകുന്ന് പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെയും അകലക്കുന്നം പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സെന്റ് അലോഷ്യസ് ഹൈസ്കൂളിൽ ആരോഗ്യ മെഡിക്കൽ ക്യാമ്പ് നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി എബ്രഹാം മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അകലക്കുന്നം പഞ്ചായത്തിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളിൽ പരിശോധന നടത്തി അസുഖം സ്ഥിരീകരിച്ചവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നതിനാണ് ആരോഗ്യ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. വിവിധ സ്കൂളുകളിൽ നിന്നായി 100 കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും ക്യാമ്പിൽ പങ്കെടുത്തു. അകലക്കുന്നം പഞ്ചായത്തിന്റെയും മുണ്ടംകുന്ന് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ത്വക്ക് രോഗങ്ങൾ, കണ്ണിനും പല്ലിനും ഉണ്ടാകുന്ന രോഗങ്ങൾ ഉൾപ്പെടെ മറ്റു പൊതുവായ അസുഖങ്ങൾക്കുമുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ക്യാമ്പിലൂടെ ലഭ്യമാക്കുന്നുണ്ട്. യുവതലമുറയിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലായ്മ ചെയ്യുകയാണ് മെഡിക്കൽ ക്യാമ്പിന്റെ മുഖ്യ ഉദ്ദേശം. അകലക്കുന്നം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി എബ്രാഹിം മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ മേഖലയിലെ വിദ്യാർത്ഥികളിൽ രോഗസാധ്യത ഇല്ലാതാക്കുന്നതിന് ആരോഗ്യ ക്യാമ്പുകൾ പ്രയോജനം ചെയ്യുമെന്ന് സണ്ണി എബ്രാഹിം അഭിപ്രായപ്പെട്ടു. ഇങ്ങനെയുള്ള ക്യാമ്പുകൾ നടത്തുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഈ പ്രദേശത്തിൻ്റെ ആരോഗ്യവൽക്കരണത്തിൻ്റെ കാര്യത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയെ ഒന്നുകൂടി ഊന്നിപ്പറയുവാൻ ഈ അവസരം നമുക്ക് കാണാം. ആരോഗ്യമുള്ള യുവതലമുറയാണ് നാടിൻ്റെ സമ്പത്ത്. അപ്പോൾ ഇപ്പോഴുള്ള ഈ കൊച്ചു കുഞ്ഞുങ്ങളിൽ വളർന്നു വരുന്ന രോഗങ്ങൾ അത് മുളയിലെ നുള്ളിക്കളയുവാനുള്ള സാധ്യത ഇവിടെ ഉളവാകുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജി ജോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുണ്ടംകുന്ന് പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ വി ജ്യോതി മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് മെമ്പർ റോസമ്മ സാബു, ബാങ്ക് പ്രസിഡന്റ് മാത്തുക്കുട്ടി നായർകുളം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പള്ളിക്കത്തോട്. വാർത്തകൾ തുടരുന്നു. ബുധനാഴ്ച ആഘോഷിക്കുന്ന ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി ജില്ലയിൽ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ 400-ലധികം കേന്ദ്രങ്ങളിൽ ശോഭായാത്ര നടക്കും. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടക്കും. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ 400-ൽ പരം കേന്ദ്രങ്ങളിൽ ബുധനാഴ്ച ശോഭയാത്രകൾ നടക്കും. കോട്ടയം, ചങ്ങനാശ്ശേരി, വൈക്കം, കാഞ്ഞിരപ്പള്ളി, പാല, പുതുപ്പള്ളി, പനച്ചിക്കാട്, കറുകച്ചാൽ, ഏറ്റുമാനൂർ, മള്ളിയൂർ, പൂഞ്ഞാർ, എരുമേലി, കിടങ്ങൂർ, മുണ്ടക്കയം, പെരുവ എന്നിവിടങ്ങളിൽ മഹാശോഭയാത്രകളാണ് നടക്കുന്നത്. ജില്ലാ ആസ്ഥാനമായ കോട്ടയം നഗരത്തിൽ ഗംഗ, യമുന, സരസ്വതി, ബ്രഹ്മപുത്ര എന്നീ ശോഭയാത്രകൾ വൈകിട്ട് 5 മണിയോടെ സെൻട്രൽ ജംഗ്ഷനിൽ സംഗമിക്കും. തുടർന്ന് കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ മഹാശോഭയാത്ര ഉദ്ഘാടനം ചെയ്യും. മണർകാട്, പാമ്പാടി, മീനടം, നീണ്ടൂർ, അരീപ്പറമ്പ് എന്നീ കേന്ദ്രങ്ങളിലും ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശോഭയാത്രകൾ ഒരുക്കിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ ജന്മാഷ്ടമി ദർശനം, മംഗളപൂജ, നിർമ്മാല്യ ദർശനം, നാരായണീയ പാരായണം, രോഹിണിയൂട്ട്, പഞ്ചഗവ്യം, പാലഭിഷേകം, നാളികേരം ഉടയ്ക്കൽ, അവതാര പൂജ തുടങ്ങിയ വിശേഷാൽ പൂജകൾ നടക്കും. ശോഭയാത്രകളുടെ ഭാഗമായി ഉറിയടി, പ്രസാദ വിതരണം, വിശേഷാൽ ദീപാരാധന, പുരാണ പ്രശ്നോത്തരി എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മണർകാട്. സ്വാർത്ഥ ലാഭങ്ങൾക്കായി എന്തു ക്രൂരത ചെയ്യാനും മടിയില്ലാത്ത മലയാളിക്ക് മുന്നിൽ വേറിട്ട ശബ്ദമാകുകയാണ് ഷിനു എന്ന ദീർഘദൂര ഓട്ടക്കാരൻ. ചികിത്സയ്ക്ക് പണമില്ലാതെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്കായി ദീർഘദൂര ഓട്ടത്തിലൂടെ ഷിനു പണം സ്വരൂപിക്കുന്നു. ഇതുവരെ 38 നിർധന രോഗികൾക്ക് ഷിനു സഹായം നൽകി. മാരക രോഗങ്ങൾ ബാധിച്ച നിർധനരുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനായി ദീർഘദൂരം ഓടുകയാണ് ഷിനു എന്ന ഈ 28-കാരൻ. ജീവൻ രക്ഷാ മാരത്തൺ ഫൗണ്ടേഷന്റെയും നാഷണൽ അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റിന്റെയും നേതൃത്വത്തിലാണ് നെയ്യാറ്റിൻകര സ്വദേശി ഷിനുവിന്റെ ഈ ദൌത്യം. നിർധനരും അശരണരുമായ രോഗികളുടെ ചികിത്സയ്ക്കായി ഇതിനകം 17 ലക്ഷം രൂപയോളം ഷിനു ഓടി നേടി. പ്രതിദിനം 50 മുതൽ 80 കിലോമീറ്റർ വരെ ഷിനു മറ്റുള്ളവർക്ക് വേണ്ടി ഓടും. ഇങ്ങനെ ഓടി നേടിയ പണം കൊണ്ട് ദുരിതം പേറുന്ന 38 പേരുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞത് ഈ ചെറുപ്പക്കാരന് ഏറെ ചാരിതാർത്ഥ്യം നൽകുന്നു. എന്നാൽ സമൂഹത്തിന്റെ ചില കോണുകളിൽ നിന്ന് തനിക്കെതിരെ ഉയരുന്ന പരിഹാസം ഷിനുവിനെ ഏറെ വേദനിപ്പിക്കുന്നു. കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ, കളിയാക്കിക്കൊണ്ടിരിക്കുന്നവർ കളിയാക്കിക്കൊണ്ടിരുന്ന എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു. നിനക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് ചോദിച്ച ഒരാൾ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പറയാൻ പാടില്ല, എന്നാലും പറയാം, മകൻ്റെ ഓപ്പറേഷനായിട്ട് എൻ്റെ അടുത്ത് അപേക്ഷ കൊണ്ടുവന്നിട്ട് തൊഴിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട്.
അതുപോലൊരവസ്ഥ മറ്റുള്ളവർക്ക് വരുത്താതിരിക്കണമെന്ന് കരയുന്ന പുച്ഛിക്കുന്നവർക്ക് പുച്ഛിക്കാം. ഞാനിത് തിരിഞ്ഞ് നോക്കാറില്ല. ഞാനിത് ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഇതെല്ലാം കാറ് തുപ്പൽ വരെ സഹിച്ച് ഞാൻ റോട്ടിൽ കൂടി ഓടിയിട്ടുള്ളവൻ. അപ്പോൾ എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് അങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ തിരിഞ്ഞ് നോക്കാറും കൂടി. ജീവിതത്തിലുണ്ടായ ദയനീയ സാഹചര്യം മറ്റാർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഷിനു ജൈത്രയാത്ര തുടരുകയാണ്. ക്യാമറമാൻ അരുൺ മാത്യുവിനൊപ്പം അരുൺ കൊടുങ്ങൂർ, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരള കോൺഗ്രസ് നേതാവും വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഷാജി പാമ്പൂരിയുടെ സഹോദരിയുടെ വീടിനു നേരെ ആക്രമണം. KSU പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വീട്ടമ്മ ബീന പറഞ്ഞു. കൊടുങ്ങൂർ മാങ്ങാപ്പള്ളിൽ പരേതനായ തോമസ് കുട്ടിയുടെ ഭാര്യയായ ബീനയുടെ വീടിനു നേരെ തിങ്കളാഴ്ച രാത്രിയാണ് കല്ലേറുണ്ടായത്. തിങ്കളാഴ്ച കാഞ്ഞിരപ്പള്ളി SD കോളേജിൽ KSC പ്രവർത്തകരും KSU പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ ഭാഗമായാണ് അക്രമം നടത്തിയതെന്ന് കരുതുന്നതായും ബീന പറഞ്ഞു. MG സർവകലാശാലയുടെ ഈ അധ്യയന വർഷത്തെ മികച്ച നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിനായി എരുമേലി MES കോളേജ് യൂണിയനെ തിരഞ്ഞെടുത്തു. ഡോക്ടർ S സുജാ ബീഗത്തെ മികച്ച പ്രിൻസിപ്പലായും VG ഹരീഷ് കുമാറിനെ മികച്ച പ്രോഗ്രാം ഓഫീസറായും റാസ ഹബീബിനെ മികച്ച വോളണ്ടിയറായും തിരഞ്ഞെടുത്തു. പരിസ്ഥിതി സംരക്ഷണം അടക്കമുള്ള മേഖലകളിലെ പ്രവർത്തനം വിലയിരുത്തിയാണ് അവാർഡെന്ന് VG ഹരീഷ് കുമാർ, റാസ ഹബീബ് എന്നിവർ കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇളംകുളം ചന്തക്കവല ഉള്ളാട്ട് ജോസ് മാത്യുവിന്റെ വീട്ടിൽ ആകർഷകമായ ചിത്രശലഭം വിരുന്നെത്തി. ശലഭത്തിന്റെ മേൽ ചിറകിലെ വശങ്ങൾ പാമ്പിന്റെ രൂപസൗന്ദര്യം ഉള്ളതാണ്. വീടിന്റെ ഭിത്തിയിൽ 2 ദിവസമായി ഇണകളായാണ് ശലഭങ്ങളെ കണ്ടിരുന്നത്. ഒരെണ്ണം ചൊവ്വാഴ്ച രാവിലെ പറന്നുപോയി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റേഷൻ കട വഴി വിതരണം ചെയ്യേണ്ട കുത്തരി കരിഞ്ചന്തയിൽ എത്തുന്നതായി റേഷൻ വ്യാപാരികൾ. സപ്ലൈകോ സ്റ്റിക്കർ ഒട്ടിച്ച് റേഷൻ കടകളിൽ എത്തുന്നത് മോശം അരി. ഉദ്യോഗസ്ഥരും തട്ടിപ്പിന് കൂട്ടുന്ന അസോസിയേഷൻ. പള്ളിക്കത്തോട് ഗവൺമെന്റ് ITL അഴിമതിയെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് N ജയരാജ് MLA. തൊഴിൽ മന്ത്രിക്ക് ഉടൻ പരാതി നൽകും. പ്രതിഷേധവുമായി പഞ്ചായത്തും ജനപ്രതിനിധികളും. മണിമല മേജർ കുടിവെള്ള പദ്ധതി അന്തിമഘട്ടത്തിലേക്ക്. പദ്ധതി 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാകും. അവസാനഘട്ട ടെൻഡറായി. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ വിദ്യാഭ്യാസ FM റേഡിയോയ്ക്ക് സർക്കാർ അംഗീകാരം. 2 മാസത്തിനുള്ളിൽ പ്രക്ഷേപണം. FM റേഡിയോ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗം. വാർത്തകൾ അവസാനിക്കുന്നു. അടുത്ത വാർത്ത രാത്രി 9-ന്. നമസ്കാരം.